ഇതൊരു ആനമിക്സിയാണ്. ഇതിന് ഞാൻ ഇട്ടിരിക്കുന്ന പേരാണ് ആനമിക്സി. ഇതാണ് നമ്മുടെ തൊട്ടിയും കയറും. എന്നെ കണ്ടാൽ മാക്കാച്ചി കൊക്കച്ചി വരുന്നുണ്ട്. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 206334 തിരുവനന്തപുരത്ത് നിന്നും കോട്ടയം എറണാകുളം ടൗൺ ഷൊർണൂർ ജംഗ്ഷൻ. ട്രെയിനിന് പോകുന്നതിന് ഇച്ചിരി കൂടെ നേരത്തെ. എൻ്റെ അടുത്ത് 5 മണിയെന്ന് പറഞ്ഞു. ഞാൻ 5 മണിയായപ്പോൾ റെഡിയായി. എന്നെ ഒന്നും പറയില്ല. ഹലോ, ഹെൽമി ലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. എൻ്റെ വീഡിയോ കാണുന്ന ധാരാളം പേര് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോഴത്തെ സിറ്റുവേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പൊ ഇത് ഒരു 1.5 മാസം മുമ്പുള്ള വീഡിയോ ആണ്. ഇത് ലേറ്റായിട്ട് ഇടാൻ റീസൺ ഉണ്ട്, ഞാൻ പറയാം. അപ്പോൾ ഞങ്ങള് ഒരു സ്ഥലം വരെ പോവാനായിട്ട് രാവിലെ 5 മണി കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോ 5 മണിക്ക് ഇറങ്ങണമെന്ന് തലേന്ന് തീരുമാനിച്ചിരുന്നു. കറക്റ്റ് സമയത്ത് തന്നെ ഇറങ്ങാൻ പറ്റി. നമ്മുടെ ട്രെയിൻ 6:30-ക്കാണ്. ഇത് കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര നോസ്റ്റാൾജിക് ഫീലാണ് കേട്ടോ. കാരണം റെയിൽവേ സ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന വർഷങ്ങളായിട്ടുള്ള ഒരു അടുപ്പമാണല്ലോ റെയിൽവേ സ്റ്റേഷൻ ട്രെയിൻ. യാത്രക്കാർ ദയവായി ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 206334 തിരുവനന്തപുരത്ത് നിന്നും കോട്ടയം എറണാകുളം ടൗൺ ഷൊർണൂർ ജംഗ്ഷൻ വഴി കാസർഗോഡ് വരെ പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് കൊല്ലം ജംഗ്ഷൻ 2ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് അല്പസമയത്തിനുള്ളിൽ എത്തിച്ചേരുന്നതാണ്. ഞങ്ങൾ പോകുന്നത് തൃശ്ശൂരേക്കാണ് കേട്ടോ. തൃശ്ശൂര് മെഷീനറി ഒക്കെ ഉള്ള അതൊന്ന് നോക്കാൻ വേണ്ടിയാണ്. കൊല്ലം ജില്ലയിൽ പൊതുവെ കുറവാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ തൃശ്ശൂര്, മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട് ഇവിടൊക്കെയാണ് ഇങ്ങനെയുള്ള മെഷീനറി ഐറ്റംസ്. അപ്പം ആദ്യം വന്ദേ ഭാരതിൽ പോകാന്ന് വെച്ചപ്പോ അതിന് നമുക്ക് അവിടെ ഇരിങ്ങാലക്കുട സ്റ്റോപ്പില്ല, തൃശ്ശൂരേ ഉള്ളൂ. അതുകൊണ്ട് വേറെ ട്രെയിനാണ് കേട്ടോ. ഇത് വന്ദേ ഭാരതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വ്ളോഗിൽ പറഞ്ഞിരുന്നു, ഞാൻ മെഷീൻ എടുക്കാൻ തീരുമാനിച്ചപ്പോ ഇതുപോലെ മെഷീനൊക്കെ മേടിച്ച ഒരാളിന്റെ അടുത്ത് അതിനെക്കുറിച്ച് ചോദിച്ചു. ഞാൻ ആ കുട്ടിക്ക് മെസ്സേജ് ഇട്ടത്, ഞാൻ ആർക്കും ഫോൺ ചെയ്ത് ഡിസ്റ്റർബ് ചെയ്യാറില്ല. കാരണം എന്റെ സിറ്റുവേഷൻ എനിക്കറിയാം. കാരണം നമ്മളൊരു സ്വയം തൊഴിൽ ചെയ്യുമ്പോൾ സത്യമായിട്ടും ഫോൺ എടുക്കാൻ സമയമില്ല. അത്ര തിരക്കായിരിക്കും. കാരണം അച്ചാറുകൾ ചെയ്യണം, മസാലകൾ ചെയ്യണം, ഇതിനൊക്കെ ഓർഡർ എടുക്കണം, പാക്ക് ചെയ്യണം. ഇതെല്ലാം കൂടെ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, വാട്സപ്പിൽ എപ്പം നിങ്ങൾ മെസ്സേജ് ഇട്ടാലും ഞാൻ റിപ്ലൈ തരും. അതിന് ഒരു മാറ്റവും ഇല്ല. കോൾസ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അറ്റൻഡ് ചെയ്യുക. അതുകൊണ്ട് ഞാൻ ആർക്ക് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചാലും വാട്സപ്പിലാണ് മെസ്സേജ് ഇടുന്നത്, ഞാൻ ഫോൺ ചെയ്യാറില്ല. അപ്പൊ ആ കുട്ടിക്ക് ഞാൻ മെസ്സേജ് ഇട്ടു, തിരക്കായാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്താത്തത്. ഞാൻ ഇതുപോലെ ഒരു വീഡിയോ കണ്ടിരുന്നു, നിങ്ങൾ യൂസ് ചെയ്യുന്ന മെഷീനൊക്കെ. അപ്പൊ അതെങ്ങനെയുണ്ട് യൂസ് ചെയ്തിട്ട്, ഏത് മെഷീനറി ഏത് സ്ഥാപനത്തിൽ നിന്നാണ് എടുത്തത്, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് തരാമോ? PMFME സ്കീമിനെ കുറിച്ച് വ്യവസായ വകുപ്പിൽ നിന്ന് ഞാൻ കേട്ടു. സ്കീമാണോ എടുത്തത്? സബ്സിഡി കിട്ടിയോ? ദയവായി പറ്റുമെന്നുണ്ടെങ്കിൽ എനിക്കൊരു റിപ്ലൈ തരണേന്ന്. ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ പറഞ്ഞിരുന്നല്ലോ, റിപ്ലൈ കേട്ട് ഞാൻ വിജൃംഭിച്ചു പോയി. ജസ്റ്റ് ഇപ്പൊ എന്റെ അടുത്ത് ആരെങ്കിലും ചോദിച്ചാല് ഞാൻ ആ സ്ഥാപനത്തിന്റെ നമ്പർ ഇട്ട് കൊടുക്കും. ഞാൻ ഇവിടുന്നാണ് മേടിച്ചത്. PMFE ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറയും, ഞാൻ ഈ സ്കീം വഴിയാണ് എടുത്തത്, സബ്സിഡി ഇത്ര കിട്ടി. ഒന്ന് ഒരു മിനിറ്റ്, അത്രയും പോലും വേണ്ട. പുള്ളിക്കാരി ഒരു റിപ്ലൈയും തന്നില്ല. ഇത്രയും മാത്രം പറഞ്ഞു, മെഷീൻ നോക്കിയെടുത്തില്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും. PMFME സ്കീം വഴിയാണ് എടുത്തത്, ഡീറ്റെയിൽ പിന്നെ പറയാമെന്ന്. ഇപ്പൊ 2.5 മാസം കഴിഞ്ഞു, ഇതുവരെ ഒരു റിപ്ലൈയും വന്നിട്ടില്ല. ഫേസ്ബുക്കിൽ QBG എന്നും പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ട്. അതിലെ ഒരാളിന്റെ അടുത്താണ് ഞാൻ ചോദിച്ചത് കേട്ടോ. എന്നാൽ ഇതേ ഗ്രൂപ്പിൽ തന്നെ ഉള്ള വേറെ ഒരു കുട്ടിയുണ്ട്, നീതു എന്ന് പറഞ്ഞിട്ട്. ഞാൻ ഈ ബിസിനസ് തുടങ്ങിയ സമയത്ത് ബോട്ടിലൊക്കെ എവിടുന്നാണ് എടുക്കുന്നതെന്നൊക്കെ നീതുവിന്റെ അടുത്ത് ചോദിച്ചപ്പോ അന്നേരം തന്നെ ആ കുട്ടി സ്ഥാപനത്തിന്റെ ഫോൺ നമ്പരും ഡീറ്റെയിൽസും ഒക്കെ തന്നു. അതുപോലെ സീല് ചെയ്യുന്ന മെഷീന്റെ സംശയം വന്നപ്പോ ഞാൻ ആ കുട്ടിയെടുത്താണ് ചോദിച്ചത്, അതും ഡീറ്റെയിൽസ് എല്ലാം തന്നു. അപ്പൊ ചിലരുണ്ടെന്നേ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നവരും പറഞ്ഞു കൊടുക്കുന്നവരും. ഇവൻ എന്റെ അടുത്ത് ഇപ്പം ധാരാളം പേര്, ഞാൻ ഈ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് ഒത്തിരി പേര് എങ്ങനെയാണ് ലൈസൻസ് എടുക്കുന്നത്, അതിന്റെ പ്രൂഫ് എന്തൊക്കെയാണ് വേണ്ടത്, കൊറിയറിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ്, എല്ലാ കാര്യങ്ങളും എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാറുണ്ട്.
പലർക്കും റേറ്റ് എങ്ങനെയാണ് ഇടുന്നത്? ഞാൻ പറയാം, റേറ്റ് ഒരിക്കലും എന്റേതുമായിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യരുത്. കാരണം അത് നിങ്ങളുടെ എക്സ്പെൻസ് വേറെ ആയിരിക്കാം, എന്റെ എക്സ്പെൻസ് വേറെ ആയിരിക്കാം. എപ്പോഴും ഞാൻ പറയാറുണ്ട്, എനിക്ക് പറയാൻ പറ്റുന്നതാണെങ്കിൽ, എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എല്ലാരെയും ഹെൽപ്പ് ചെയ്യാറുണ്ട്. പറഞ്ഞതാണ്ട് നമ്മൾ ഇരിങ്ങാലക്കുട ഇറങ്ങി കേട്ടോ. ഇറങ്ങിയപ്പോ രാവിലെ 5 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ. അപ്പൊ കാപ്പി കുടിക്കാൻ കയറിയതാണ്. അപ്പവും മുട്ടക്കറിയും അതുപോലെ വെജിറ്റബിൾ സ്റ്റൂ ഇത്രയാണ് ഓർഡർ ചെയ്തത്. തണുത്ത് വറങ്ങലി ചപ്പുമായിരുന്നു കേട്ടോ. ഒരിച്ചിരി പോലും ചൂടില്ല. പക്ഷെ വിശപ്പുണ്ടല്ലോ, രാവിലെ ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് കഴിച്ചു. അവിടുന്ന് ഇത്തിരി വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ നമ്മൾ പോകുന്ന സ്ഥാപനത്തിലേക്ക്. അപ്പൊ പറഞ്ഞു വന്നത്, ഞാൻ ഇതുവരെ റിപ്ലൈ കൊടുക്കാത്തതായിട്ട് എന്റെ ഓർമ്മയിൽ 2 പേരേ ഉള്ളൂ. ഒരാള് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, ഇതേക്കുറിച്ച് റെസിപ്പികൾ ഒന്നും അറിയില്ല, ചേച്ചിയുടെ റെസിപ്പികളെല്ലാം ഒന്ന് പറഞ്ഞു തരുമോ? ഞാൻ അതിനൊരു റിപ്ലൈയും കൊടുത്തില്ല. കാരണം അങ്ങനെയുള്ള ഒരു ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോയാൽ എത്ര നാൾ കൊണ്ടുപോകും? നമ്മളൊരു സംരംഭം തുടങ്ങുമ്പോൾ ആദ്യം നമ്മളൊരു കാര്യത്തിൽ പെർഫെക്റ്റ് ആയിട്ട് നമുക്കൊരു അറിവ് വേണം, എങ്കിലേ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഒന്നും അറിയാതെ അവര് ചെയ്യുന്നു ഞാനും ചെയ്യുന്നു എന്നും പറഞ്ഞിറങ്ങിയാൽ ഈ ബിസിനസ്സിൽ നിലനിൽക്കാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പിന്നെ ഒരാള് എന്റെ അടുത്ത് ലൈസൻസിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തു. അതിന് ശേഷം എനിക്കൊരു മെസ്സേജ് വന്നു, ഒന്ന് പറയാമോ, നമ്മളിത് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോ ഗ്ലൗസ് ഇടണോ, ക്യാപ്പ് ഇടണോ, വെളുത്തുള്ളി ചേർക്കണോ, ഇഞ്ചി ചേർക്കണോ? ഞാൻ അതിനും ഒരു റിപ്ലൈ കൊടുത്തില്ല. കാരണം ഇതൊക്കെ ബേസിക് ആയിട്ടുള്ള ഒരു നോളജ് ആണ്. നമ്മൾ വീട്ടിൽ പോലും എന്തെങ്കിലും ചെയ്യുമ്പോൾ ഗ്ലൗസ് ഇടുന്നവരുണ്ട്, ക്യാപ്പ് ഇടുന്നവരുണ്ട്. ഇതൊക്കെ എന്താണ്, വൃത്തിയുടെ ഭാഗമാണ്. ഇതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണ് ഇതിന് വാക്കാം. ഇത് 15 കിലോന്റെ കപ്പാസിറ്റി, പിന്നെ അതിന്റെ മേലെ 25, 60, 100 അങ്ങനെ. പിന്നെ 15 കിലോ മതിയോ? പിന്നെ നിങ്ങൾക്ക് ഈ തേങ്ങയുടെ കേസ് പറഞ്ഞത്, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് തേങ്ങ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അത് തിരിച്ചു പോകണേ എറണാകുളത്ത് കയറിക്കും. എറണാകുളത്ത് കയറുമ്പോൾ കയറി കാര്യം കൊല്ലത്തിൽ കൊല്ലായിരിക്കും കുറച്ചുകൂടി നല്ലത്. കാരണം എനിക്ക് എപ്പോഴും നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ പോയി നാട്ടിൽ വരുമ്പോഴേ ഈ ഹാമർ ഉണ്ടാവും. ഇതുകൊണ്ട് ഇതിലടിച്ചിട്ടാണ് ഇത് പൊടിയുന്നത്. ഈ ഇതിനകത്താണ് ഇങ്ങനെയുള്ള ഇത് ഉണ്ടാവും, ഇവിടെ വരും. ഇതിനകത്ത് ഇതിനൊരു ഗ്രില്ലുണ്ട്, ഒരു ഗ്രില്ലിന് അതിനിടയിൽ. അപ്പൊ ഇതിന്റെ മെഷ്, ഇതിന്റെ ഈ ഹോളുണ്ടല്ലോ, ആ ഹോളാണ് ഇതിന്റെ ഫൈൻനെസ് തീരുമാനിക്കുന്നത്. ഇപ്പൊ ഇത് കണ്ടോ നിങ്ങൾ? ഇത് കണ്ട വളരെ നൈസാ കണ്ട. അപ്പൊ ഞങ്ങളുടെ അടുത്തുള്ളത് ഇതിപ്പോ ഏറ്റവും ബെയർ മിനിമം 7 HP വർക്ക് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള മെഷീൻസ് നമ്മുടെ അടുത്തുള്ളൂ എന്ന് പറയാ. ആ സെക്ടറിലേക്ക് പോകുമ്പോ 7 HP വർക്ക് ചെയ്യണം. 3 ഫേസ് 6 മാസം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സർവീസ് ചെയ്തേ വെക്കും, അല്ലെങ്കിൽ അടിയിലൊന്ന് മഞ്ഞ തീ വരും. അത് ഇതേപോലെ ഇതിന് ഉണ്ടാവും ഇല്ല. അത് പിന്നെയും നമ്മൾ കൊടുത്ത് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വീണ്ടും എടുക്കും. അത് പിന്നെ ഒരു 6 മാസം നിങ്ങളുടെ സ്ഥലം അതിനടുത്ത് ഏതെങ്കിലും ലിങ്ക് ഞാൻ പറഞ്ഞുതരാം. അത് കോമണായിട്ട് എടുക്കുന്നത്. ഞങ്ങൾ ഈ സ്ഥാപനത്തിൽ കുറെ സമയം എടുക്കുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചിട്ട് തിരിച്ചു വരാനുള്ളത് ഇരിങ്ങാലക്കുട എനിക്കൊന്ന് 4 മണിയാണോ 5 മണിയാണോ ഓർക്കുന്നില്ല കേട്ടോ, ട്രെയിൻ ബുക്ക് ചെയ്തത്. ഏകദേശം ഒരു 11, 11:30 ആവുമ്പോൾ കൊല്ലത്ത് രാത്രിയിൽ 11:30-ക്കൊക്കെ എത്തത്തക്ക രീതിയിൽ ട്രെയിൻ ബുക്ക് ചെയ്തത്. പക്ഷെ ഇവിടെ ഒരു 1/4 മണിക്കൂറിനകം ഞങ്ങളുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അവിടുത്തെ ആ സെയിൽസ് മാനേജർ തന്നെ ഞങ്ങളെ ഇരിങ്ങാലക്കുട റെയിൽവേ സ്റ്റേഷനിലാക്കി. അവിടുന്ന് പെട്ടെന്ന് തന്നെ അടുത്ത ട്രെയിൻ പിടിച്ച് ഞങ്ങൾ എറണാകുളത്ത് പോയി. എറണാകുളത്തെ കാഴ്ചയാണ് ഈ കാണുന്നത്. അപ്പൊ ഉച്ചക്കത്തെ കഴിക്കേണ്ട സമയമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ഒരു നല്ല ഹോട്ടൽ തപ്പി, വാഷ്റൂം കൂടുള്ള ഹോട്ടൽ നോക്കി ഒരുപാട് വന്നു. 1-2 കയറി വാഷ്റൂം ദൈവമേ കാലി വെക്കാൻ കൊള്ളത്തില്ല. പിന്നെ ഞാൻ പറഞ്ഞു, ദിവസം ഇവിടുന്ന് ഫുഡും വേണ്ട, കാരണം വാഷ്റൂം നല്ലതല്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഫുഡിനോട് എനിക്കൊരു മതിപ്പില്ല. അവസാനം ഞങ്ങൾ ഒരു ചിന്തിച്ചു, എങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവാം, 1 മണിക്കൂർ എങ്ങാണം ഒരു സ്പേസ് എടുത്തിട്ട്. റെസ്റ്റ് റൂം ഒക്കെ ഉണ്ടല്ലോ, ലോഡ്ജൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ നോക്കിയപ്പോ 1 മണിക്കൂറായാലും ഒരു ദിവസമായാലും 1000 രൂപ, 1500 രൂപ, 2000 രൂപ മണിക്കൂർ കണക്കുള്ള സ്ഥാപനങ്ങളൊന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല. കുറേ നടന്ന് ഊപ്പാട് വന്നെന്ന് പറഞ്ഞാൽ മതി. എന്തായാലും ലാസ്റ്റിൽ ഒരു ഹോട്ടൽ കിട്ടി. അവിടുത്തെ ഫുഡ് തീർന്നു.
2 ഫുഡ് ഒരു വിധത്തിൽ ഒപ്പിച്ചു തന്നെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ കഴിച്ചിട്ട് എറണാകുളം മാർക്കറ്റിലോട്ട് പോവാണ് കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഒരു സംഭവം സാധനം നോക്കണമായിരുന്നു. സ്റ്റാർട്ടിങ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരു വിഷയം എന്തായിരിക്കും എന്ന്. അപ്പൊ ഞങ്ങൾ പൈലറ്റ് സ്മിത്തിൽ അവരുടെ അടുത്തും സംസാരിച്ചപ്പോൾ അവരും പറഞ്ഞു എറണാകുളത്ത് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്, ഒന്ന് പോയി നോക്കൂ. അങ്ങനെ പോയതാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് സാധനം പെട്ടെന്ന് തന്നെ കിട്ടി. ദൈവകൃപയാല് ഒട്ടും സമയം എടുത്തില്ല, പെട്ടെന്ന് തന്നെ കിട്ടി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ട്രെയിൻ, ആ ബുക്ക് ചെയ്ത ട്രെയിൻ എറണാകുളത്തുനിന്ന് ഏകദേശം 6 മണിക്കാണ്. 6 മണിക്ക് ആ ട്രെയിൻ അവിടെ എത്തും. അതിന് വന്നായിരുന്നെന്നുണ്ടെങ്കിലും 11:30 ആകുമ്പോൾ നമുക്ക് കൊല്ലത്തെത്താമായിരുന്നു. അപ്പൊ ദിവസം ഏതോ ഗൂഗിളിൽ നോക്കിയിട്ട് പറഞ്ഞു നമുക്ക് 2.5 മണിക്കൂറും കൊണ്ട് ബസ്സിന് പോയാൽ കൊല്ലത്തെത്തും എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 5 മണി ആയപ്പോഴോ 5 മണിക്ക് എങ്ങാണ്ട് ബസ്സിൽ കയറിയതാണ്. എന്റെ പൊന്നേ, ഇരുന്നൂപ്പാട് വന്നെന്ന് പറഞ്ഞാല് ഒരു 6-6.5 മണിക്കൂറെങ്കിലും എടുത്തു കൊല്ലത്തെത്താനായിട്ട്. ഇടപാട് തീർന്നു. ഇവിടെ കിട്ടിയത് കാര്യം എന്നെ കണ്ട മാക്കച്ചി പൊക്കച്ചി വരുന്നുണ്ട്. 10:30 കഴിഞ്ഞപ്പോൾ കൊല്ലത്തെത്തി. കൊല്ലത്തുനിന്ന് ഞങ്ങൾ ഇവിടെ ഇച്ചിരി മുമ്പോട്ട് വന്നിട്ട് കൊല്ലത്ത് തന്നെ ഫുഡ് കഴിക്കാൻ കയറിയത്. ഇപ്പോൾ സമയം 11 മണിയായി. അങ്ങനെ പൊറോട്ട ഓർഡർ ചെയ്തു. സൂപ്പും പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്ത് അടി മൊത്തത്തിൽ പറന്ന് കാറ്റടിച്ച് കൊല്ലത്തുനിന്ന് വീട്ടിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ. അവിടെയും വേറെ ഒന്നുമില്ല. രാത്രി 11 മണിയായല്ലോ, തീരാറായി വരുന്നു, അടയ്ക്കേണ്ട സമയമായി വരുന്നു. ഭാഗ്യത്തിന് ഇതെങ്കിലും കിട്ടിയെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ അത് കഴിച്ച് വീട്ടിലോട്ട് തിരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, വ്യവസായ വകുപ്പിന് തന്നെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഇങ്ങനെ ഒരു സ്കീം ഉണ്ട്, സബ്സിഡി പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇത് എടുത്തിട്ടുള്ളവരോടൊന്ന് തിരക്കാമെന്ന് വെച്ചത്. കാരണം സർക്കാർ പലതും പറയും. കാരണം ഞാനിത് വേറെ 1-2 പേരെടുത്ത് ചോദിച്ചപ്പോ ഈ സ്കീം വഴി അല്ലാതെ മറ്റു സ്കീം വഴിയൊക്കെ എടുത്തവർക്ക് 2020 തൊട്ട് സബ്സിഡി കിട്ടാത്തവരുണ്ട്, 23-ൽ അപ്ലൈ ചെയ്തവർക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നൊക്കെ കേട്ടപ്പോ ഇനി ഇത് പെട്ടെന്ന് കിട്ടുമോ ഇല്ലയോ, എടുത്തവരാകുമ്പോ അവർക്ക് അറിയായിരിക്കുമല്ലോ. അതൊന്നും അറിയാൻ വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. അതുപോലെ ഈ മെഷീൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മള് 10, 10,000, 20,000, 30,000 അല്ലല്ലോ, 1,00,000, 1,00,000 ഇങ്ങനെയൊക്കെയല്ലേ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് നല്ലത് എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അതും നമുക്ക് ഗുണത്തിന് ഓരോ ദോഷമാവും. യൂസ് ചെയ്തവരാകുമ്പോൾ ഞാൻ ഇന്ന സ്ഥാപനത്തിൽ നിന്നാണ് എടുത്തത്, അല്ലെന്നുണ്ടെങ്കിൽ ആ മെഷീൻ നല്ലതാണ് അല്ലെ മോശമാണ്, എടുക്കല്ലേ. എന്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഞാനൊരു മെഷീൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പറഞ്ഞു കൊടുക്കും കേട്ടോ. അപ്പൊ എല്ലാരും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ചിലർ തോന്നിച്ചേക്കാം, അയ്യോ ഇനി ആ ഒരു ബിസിനസ് വലിയ രീതിയിലായാൽ എന്റെ ബിസിനസ് നഷ്ടപ്പെടുമോ. എന്നാൽ ഈ പറഞ്ഞ ആളുമായിട്ട് എനിക്ക് ഒരു കോണ്ടാക്റ്റും ഇല്ല, ഒരറിവും ഇല്ല. ഞാൻ വിശ്വസിക്കുന്നത് ഓരോ അരിമണിയിലും ഓരോരുത്തരുടെ പേര് എഴുതിയിട്ടുണ്ടോ എന്നൊരു കേൾവിയുണ്ട്. ഞാൻ ആരൊക്കെ എവിടൊക്കെ ബിസിനസ് തുടങ്ങിയാലും എന്ത് തുടങ്ങിയാലും എനിക്കുള്ളതാണോ ദൈവം എനിക്ക് തന്നെ തരും. ഇപ്പൊ ഈ ലോകത്ത് ഇത്രയും കോടി ജനങ്ങൾ കിടക്കുമ്പോൾ ഇവരെല്ലാം എൻ്റെ നിന്ന് മേടിക്കണമെന്നൊന്നും ഇല്ല. ഒരു 100 പേര് അല്ലെങ്കിൽ ഒരു 50 പേര് മേടിച്ചാലും ധാരാളം, അത് മതി എനിക്ക് ജീവിച്ചു പോവാൻ. അങ്ങനെയുള്ള ഒരു ചിന്താഗതിയാണ് എനിക്ക് കേട്ടോ. ഇപ്പൊ ഇത്രയും പറഞ്ഞ കൂട്ടത്തിൽ നിങ്ങൾ ആരെങ്കിലും കേൾക്കുന്നു എങ്കിൽ നിങ്ങൾക്കൊക്കെ ആരെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ ഞങ്ങൾ എറണാകുളത്തുനിന്ന് മേടിച്ചെന്ന് പറഞ്ഞത്. അന്യായ വെയിറ്റ് ആണ്. ദിവസം രൂപാട് വന്നത് ഈ ബസ്സിൽ കയറ്റാനും ഇറക്കാനും ഒക്കെ. ഇതൊരു ആനമിക്സിയാണ്. ഇതിന് ഞാൻ ഇട്ടിരിക്കുന്ന പേരാണ് ആനമിക്സി. കഴിഞ്ഞത് ഇന്നലെ ഞാൻ ചുമന്ന് എൻ്റെ ഊപ്പാട് വന്ന ഒരു മിക്സിയാണ്. ഇത് റിവ്യൂ ഒന്നുമല്ല, ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങളെ കാണിക്കാൻ. ഇനി മുതൽ ചമ്മന്തിപ്പൊടി, പിന്നെ ഇങ്ങനെയുള്ളതൊക്കെ ഗരം മസാല, ചിക്കൻ മസാല, സാമ്പാർ മസാല, പിന്നെ എക്സെട്ര എല്ലാ മസാലയും. ഞാൻ നമ്മുടെ സാധാ മിക്സിയിലാണ് ഇത്രയും നാള് ഗുസ്തി കാണിച്ചുകൊണ്ടിരുന്നത്. ആ പാവത്തിനെ എത്രയും പീഡിപ്പിക്കാമോ അത്രയും പീഡിപ്പിച്ചു. അപ്പൊ ഈ ആന മിക്സ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ്. പുറകാലെ വേറെയും മെഷീനറീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ പിന്നെ പറയാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. ജസ്റ്റ് ഇത് മേടിച്ചത് നിങ്ങളിന്ന് കാണിക്കുന്നതേ ഉള്ളൂ. കമ്പനി റിവ്യൂ ഒന്നും അല്ല. ഇങ്ങനെയുള്ള മിക്സി ഉണ്ടെന്ന് പോലും ഇപ്പോഴും അറിയുന്നത്. ഉണ്ടെന്ന് അറിയാറില്ല. ഇൻഡസ്ട്രിയൽ പർപ്പസിന്റെ കൊല്ലം ഡിസ്ട്രിക്റ്റില് ഇല്ലെന്ന് തോന്നുന്നു. ഇനി ഉണ്ടോ ഇല്ലയോ എൻ്റെ അറിവിലില്ല.
കമേഴ്സ്യൽ പർപ്പസ്. ഇത് എറണാകുളത്ത് പോയി മേടിച്ചതാ കേട്ടോ. എന്തൊക്കെ ഉണ്ടെന്നൊക്കെ കാണിക്കാം. ഇതെന്തുവാ ഇതിന്റെ അത് ആ അടപ്പിന്റെ മേളിൽ വെക്കുന്നേ, അതെടുക്കാം നേരം പറയാം. ഇല്ല, നിരത്തി വെക്കാം. രണ്ടെണ്ണം. പിന്നെ അഡീഷണൽ അവർ 2 ബ്ലേഡ്, ഒരു കപ്ലറ്, ഒരു ബുഷ്, ഇതെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അഡീഷണൽ നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നതാണ് കേട്ടോ. ആനമിക്സ്. ഇത് ആനമിക്സയുടെ ജാറിൻ്റെ അടപ്പാണ്. അതിന്റെ മേളിൽ വെക്കുന്ന ആദ്യം കാണിച്ചത്. ഇതാണ് നമ്മുടെ തൊട്ടിയും കയറും. അത്യാവശ്യം വെള്ളവും കോര. ഇതാണ് നമ്മുടെ ജാറ് കേട്ടോ. ലിറ്റർ ഇത് എത്ര? 5 ലിറ്ററിന്റെ പറഞ്ഞ വലുതായിരിക്കും. 5 ലിറ്റർ ഇതിന്റെ വലുത്. അല്ല, ഇത് 3 ലിറ്റർ. ഇത് 3 ലിറ്റർ വെള്ളം കുടിക്കാനുള്ളത് തൊട്ടി. വലിയ തൊട്ടിയുണ്ട്. ഇത് നമ്മുടെ 5 ലിറ്റർ തൊട്ടിയാണ്. അയ്യോ, നമ്മുടെ മിക്സി ജാറാണ് കേട്ടോ. എന്തോ വെള്ളം കോര. ഞാൻ ഇത്രയും നാള് ചെയ്ത ഗരം മസാലയൊക്കെ എനിക്ക് 1-2 ട്രിപ്പും കൊണ്ട് പൊടിച്ചെടുക്കാം. അപ്പൊ മറ്റേതൊക്കെ നമ്മുടെ 1/2 ലിറ്റർ 1 ലിറ്ററിനകത്തുള്ളതാണ്. അപ്പൊ ഇത് 2 തൊട്ടികൾ കിട്ടിയപ്പോഴത്തേക്ക് 8 ലിറ്ററായി. 5, 3, 8 പൊടിക്കുന്നുണ്ട്. ഇത് അതിൻ്റെ ഇത് ഏതെങ്കിലും വീട്ടിൽ പാഴ്സൽ അയക്കുമ്പോൾ വരും കേട്ടോ. നിറച്ച് സാധനം ബുക്ക് ചെയ്യുന്നവർ ആരാണോ അവർക്ക് ഇത് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ മോട്ടർ, ഇതിൻ്റെ ചെയർമാനുണ്ട്. ആ ചെയർമാൻ എന്നിട്ട് പൊങ്ങുന്നില്ലല്ലേ. 7.5 കിലോ വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ഡെയിലി എടുത്ത് പൊക്കണ്ടതാ. അപ്പൊ അതൊന്ന് ചിന്തിച്ചേ. പെർമനന്റ് ആയിട്ട് എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പം നമ്മുടെ ബിസിനസ്സിലേക്ക് അടുത്തൊരു ഇൻവെസ്റ്റ്മെന്റ് വന്നു. അപ്പം കുറേ നാളായിട്ട് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. ഈ ആനമിക്സയുടെ അമ്മായിപ്പനായത്. ഇത് കവറൊന്നും പിടിച്ചാൽ മതി, അല്ലെ കവർ തീർക്കളഞ്ഞു. അയ്യോ, വാറണ്ടി കാർഡൊക്കെ എടുത്ത് കളയല്ലേ. അപ്പോൾ ഇതാണ് ഇത് കമ്പനി മഹാറാണി എന്ന് പറയുന്നതാണ്. ഞങ്ങൾ നേരത്തെ ഇത് അറിഞ്ഞൊന്നും മേടിച്ചതല്ല. കടയിൽ ചെന്ന് നോക്കി സാധനം കൊള്ളാമെന്ന് മനസ്സിലാക്കി എടുത്തേ. അല്ലാതെ ഇങ്ങനൊരു കമ്പനി എന്തുവാ നേരത്തെ ഞങ്ങൾക്ക് അത്ര അറിയത്തൊന്നുമില്ല കേട്ടോ. പിന്നെ യൂസ് ചെയ്തിട്ടേ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറയാൻ നിൽക്കും. 1800 വാട്ട്സ് ഉണ്ട്. എന്നാൽ പവർ പ്ലഗിൻ്റെ കേബിളൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്. സിംഗിൾ ഫേസിൻ്റെ 6 വോൾട്ടിൻ്റെ ചെറിയ കേബിളാണ് കൊടുത്തേക്കുന്നത്. സാധാരണ ഇത്രയും വലിയൊരു മിക്സിക്ക് എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഒരു 16 ആംപിയറിൻ്റെ പവർ പ്ലഗ് വേണ്ടിയതാണ്. ഇത് വേണ്ടെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വർക്ക് ചെയ്യിപ്പിച്ച് വെച്ച് നോക്കിയതാണ്. പിന്നെ കേബിള് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം മാറ്റാനേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം നീളമൊക്കെ ഉണ്ട്, ഉള്ള ഒരു കേബിളാണ്. കമ്പനി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണോ അല്ലയെന്ന് അറിഞ്ഞുകൂടാ. അതോ ഇനി അസംബിൾ ചെയ്തെടുക്കുന്നതാണോ എന്ന് പറഞ്ഞുകൂടാ കേട്ടോ. ഇത് ഓൺലൈനിലും കിടപ്പുണ്ട്. 20,000 രൂപ എന്നിട്ട് വിലയാണ്. ഓൺലൈനിൽ കിടപ്പുണ്ട് 20,000 രൂപയാണ് അതിൻ്റെ വില. പിന്നെ പറ്റി പറയാനൊന്നുമില്ല. ഇതിൻ്റെ വാറണ്ടി കാർഡ് നമ്മുടെ കൈ തന്നില്ല. എൻ്റെ കയ്യിലാ പയ്യൻ തന്നെ സൂക്ഷിച്ചു വെച്ചേക്കണേന്ന്. 1 വർഷത്തെ വാറണ്ടി, മോട്ടറിന് 1 വർഷത്തെ, എല്ലാം 1 വർഷമേ ഉള്ളൂ. അതൊന്ന് വെച്ചേ, ബക്കറ്റ് ഒന്ന് വെച്ചേ. പിന്നെ നമ്മളെ വെള്ളം കോരുന്ന തൊട്ടി ആദ്യം 5 ലിറ്ററിൻ്റെ തൊട്ടി വെക്കാം.
ഇങ്ങനെ ഉള്ളു, പക്ഷെ ഈസിയാ കേട്ടോ, സിമ്പിളാ. അടപ്പടച്ചിട്ട് അത് വെക്ക്. ഇതിന്റെ അടപ്പാണ് ഇത്. ഇതതിന്റെ മേളിൽ വെക്കുന്നത്. ഇത് അതിന്റെ മേളിൽ വെക്കുന്നത്. ഇവിടെ ഇങ്ങനെ ക്ലിപ്പില്ലയോ? ക്ലിപ്പില്ല. ആണോ? ആ, ടൈറ്റാണോ നോക്കി. ടൈറ്റാ? ആ, അപ്പൊ ക്ലിപ്പില്ല. പെട്ടെന്ന് എടുക്കാനും ഇതിനുവേ. ഇത് വെയിറ്റ് ഉള്ളതാണ്ട് എനിക്ക് തോന്നുന്നു ക്ലിപ്പില്ലെന്നോ. ക്ലിപ്പില്ല കേട്ടോ, ക്ലിപ്പിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഇങ്ങനെയാണ് എൻ്റെ പരിപാടി. വീട്ടാവശ്യത്തിന് എത്രയും വലുതൊന്നും വേണ്ട കേട്ടോ. ഞങ്ങളിത് പറയുന്നതെന്ന് പറഞ്ഞിട്ട് ആരും മേടിക്കാനൊന്നും പറയുന്നില്ല. അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് ആർക്കും. കാറ്ററിങ്ങോ ഹോട്ടലോ ഒക്കെ നടത്തുന്നപ്പോൾ സുഖമാണ്. അങ്ങനെയുള്ളവർ വേണമെങ്കിൽ മേടിക്കും. വെയിറ്റ് നമുക്ക് പൊടിച്ച ശേഷം പൊക്കാനാണ് ഇതൊന്നും തന്നേക്കുന്നതേ. പിടിക്ക് പകരം അതിന്റെ ഇത് തൂക്കിയെടുക്കുന്നത്. അപ്പൊ ഇതാണ് സംഭവം. ഇതാണ് നമ്മുടെ ആന മിക്സ്. ഇല്ല, ഇത് ടൈറ്റാണ്, എയർ ടൈറ്റ്. അതിനായിരിക്കും അത് കൊടുത്തേക്കുന്നേ. ഇതിനായി ഇത് കൊടുത്തിരിക്കുന്നത്. ഈ പുട്ടുകുറ്റി പോലെ കൊടുത്തിരിക്കുന്നേ ഉണ്ടായിട്ട് നമ്മൾ ഇതിൽ പിടിച്ചാൽ മതി. നമുക്ക് പിടിച്ചാൽ ഇത് ചെയ്യുന്നു. ഇത് കണ്ടേ, എറണാകുളം റോഡിലൂടെ രണ്ടുപേരും കൂടെ പാട്ടും പാടി തേരാപ്പര നടന്നു. എറണാകുളം മാർക്കറ്റിൽ പോയി മേടിച്ച് ഞങ്ങളിത്. എവിടെയെങ്കിലും ഫിക്സ് ചെയ്ത് വെക്കണം. എന്നെ കൊണ്ട് എടുത്ത് പൊക്കാനൊന്നും നോക്കത്തില്ല. മറ്റേ മിക്സിയിലോട്ട് ആവശ്യമുള്ളപ്പോൾ എടുത്ത് വെക്കുക, മാറ്റുക, അതുപോലൊന്നും ഇത് നടക്കത്തില്ല. സ്ഥിരമായിട്ട് ഫിക്സ് ചെയ്ത് ഒരു തുണി ഇട്ട് കാണാൻ പറ്റി പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തോ. ഇതൊക്കെ എപ്പോഴും പൊക്കി എടുക്കാനും. അതാ പറഞ്ഞ, എന്നെ കൊണ്ടൊക്കത്തില്ല, ഭയങ്കര വെയിറ്റാ. വീഡിയോയിൽ ഇത് വലുതായിട്ടാണോ കാണുന്നത്, ചെറുതായിട്ടാണോ? വീഡിയോയിൽ നമ്മൾ നേരിട്ട് കാണുന്ന അത്രയും വലിപ്പം തോന്നിക്കുന്നില്ല. നല്ല വലിപ്പം അത് കേട്ടോ. സൂം ചെയ്യാം. ഹൈറ്റ് തന്നെ ഉണ്ട് 1 മീറ്റർ. വലിപ്പം അത്ര അറിയുന്നില്ല വീഡിയോയിൽ. നല്ല വലിപ്പമാണ്. ഞാൻ നോക്കി, ആമസോണിലും അങ്ങനെ വലിപ്പം കാണുന്നില്ല. സാധാ മിക്സിയുടെ കൂട്ടൊരു വലിപ്പം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ്സിലേക്ക്. ഓൾറെഡി പാത്രങ്ങളെല്ലാം നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റാണ്. അതിന് ശേഷം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഏകദേശം 1.5 മാസത്തോളമായി ഈ സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട്. ഇപ്പൊ സ്ഥിരമായിട്ട് ഗരം മസാല, ചിക്കൻ മസാല, സാമ്പാർ മസാല എല്ലാം ഇതിലാണ് പൊടിക്കുന്നത് കേട്ടോ. ഭയങ്കര ഉപകാരമാണ്. ഞാൻ മറ്റേ ചെറിയ മിക്സിയുടെ ചെറിയ പൊടിക്കുന്ന ജാറിലിട്ടായിരുന്നു ചെയ്യുന്ന. മണിക്കൂറുകൾ പൊടിക്കണമായിരുന്നു അത് റെഡി ആവാനായിട്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ മില്ലിൽ കൊടുത്തും പൊടിപ്പിക്കാറുണ്ടായിരുന്നു കേട്ടോ, ചിക്കൻ മസാല, സാമ്പാർ മസാല, ഗരം മസാല. അപ്പൊ ഗരം മസാല മില്ലിൽ കൊടുക്കുമ്പോ അങ്ങ് എന്താണ്, ഭസ്മം പോലെ ഭയങ്കര പൗഡറായിട്ടാണ് കിട്ടുന്നത്, തരിയായിട്ട് കിട്ടില്ലല്ലോ. അപ്പൊ എന്റെ അടുത്ത് സജഷനായിട്ട് തന്നെ പലരും പറഞ്ഞു, ബെൻസി ഗരം മസാല ഒരിത്തിരി കൂടി ഒന്ന് തരിയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കുമെന്ന്. ഇപ്പോൾ നമ്മുടെ ഗരം മസാല ആ രീതിയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കരമായിട്ട് അങ്ങ് പൊടിഞ്ഞിട്ടില്ല, ഇത്തിരി തരിയുണ്ട്. അതുകൊണ്ടാണോ എന്നറിയത്തില്ല, കുറച്ചുകൂടി അതിന്റെ ആ മണം കുറച്ചുകൂടി എടുത്തറിയുന്നുണ്ട്. ഇപ്പൊ മില്ലിൽ കൊടുത്ത് ഒന്നും ചെയ്യാറില്ല കേട്ടോ. എല്ലാം നമ്മുടെ ഈ മിക്സിയിൽ തന്നെയാണ് പൊടിക്കുന്നത്, പൊടി ഐറ്റംസ് എല്ലാം. അപ്പോൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾ അതിന്റെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം. ഇതൊക്കെയായിരുന്നു വിശേഷങ്ങള്. ചില കാര്യങ്ങൾ ഞാൻ എന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ നമ്മൾ മെഷീൻ ബുക്ക് ചെയ്തു, അതും വന്നു. അത് വരാൻ വേണ്ടിയാണ് കേട്ടോ ഇത്രയും ഇതൊന്ന് ഡിലേ ആക്കിയത്. കാരണം മെഷീൻ ബുക്ക് ചെയ്യണോ വേണ്ടേ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊന്നും അറിയാതെ ആരുടെയും അഭിപ്രായമില്ലാതെ പോയി ഇൻവെസ്റ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ കുറേ പ്രാർത്ഥിച്ച് അതിങ്ങനെയൊക്കെ ചെയ്തതാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പലരുടെയും അഭിപ്രായം ചോദിക്കുന്നത്, യൂസ് ചെയ്തവരുടെ അടുത്ത്. അപ്പൊ നല്ലൊരു ഫീഡ്ബാക്ക് കിട്ടിയില്ല, ആരുടെയും സപ്പോർട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു വഴി നമ്മൾ തന്നെ ചിന്തിച്ചങ്ങ് എടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ എടുത്ത മെഷീനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് അടുത്ത വ്ളോഗിൽ പറയാമേ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. ചിൽഡ്രൻ ബൈ, ഗോഡ് ബ്ലസ് യു.